Hello viewers, welcome to yet another lesson with LitTex. Today we are going to talk about an interview included in the AEC1 paper, English Language Skills for Literatures, in the semester 1 of FYUGP stream in University of Calicut. This is an interview with Anuja Chauhan titled as I Write Humor and Social Commentary on Indian Society Masala. And this lesson includes summary analysis, notes, and Malayalam explanations as well. So she's a very interesting figure who radiates energy, as you can see from the picture. And we understand her as a very multifaceted and creative professional who shifted her profession from advertising into becoming an author. And she's എക്സെപ്ഷണലി ടാലൻറ്റഡ് ഇൻ ബോത്ത് ഹർ ഫീൽഡ്സ്. അപ്പം നമ്മൾ ഇവരെ കാണുന്നത് വളരെ മൾട്ടിഫേസറ്റഡ് ആയിട്ടുള്ള പല മുഖങ്ങളുള്ള ഒരു ക്രിയേറ്റീവ് പ്രൊഫഷണലായിട്ടാണ് ഇന്ന് അവരറിയപ്പെടുന്നത്. ബേസിക്കലി ഷീ ഈസ് നോൺ ഫോർ ദാറ്റ് പെപ്സി കോള ആഡ് ദിൽ മാംഗ്യ മോർ. അപ്പോൾ ആദ്യം ഇവർ വർക്ക് ചെയ്തിരുന്ന ഫീൽഡ് അഡ്വർടൈസിങ് ആയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഇവർ ആ ഒരു പരസ്യമൊക്കെ ചെയ്തിട്ടുള്ളത്. സോ ഹെർ ജേർണി ബിഗാൻ ഇൻ അഡ്വർടൈസിങ് and she found creative outlet that blended her economics background with marketing skills. Actually, she was a graduate in economics, but she used that in advertising field. Rather than going into other corporate fields, she started to work in advertising. കാരണം എക്കണോമിക്സിൻ്റെ മറ്റ് ഫീൽഡിലേക്ക് പോവാതെ അഡ്വർടൈസിങ് ആണ് സ്വന്തം ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റിന് ഒന്നുകൂടെ നല്ല ഫീൽഡ് എന്ന് മനസ്സിലാക്കി ആ ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ജെ വോൾട്ടർ തോംസൺ അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിലാണ് ഇവർ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള 17 വർഷം അവിടെ പല പൊസിഷൻസിലും ഇരുന്നിട്ട് പിന്നീട് അവിടെ നിന്ന് അവർ അറ്റ് പീക്ക് ടൈമിലാണ് അവിടുന്ന് അവർ റിസൈൻ ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് അവരെ അറിയുന്നത് ഈ യേ ദിൽ മാംഗ്യ മോർ, മേരാ നമ്പർ കബ് ആയേഗ, നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്, ഓയ് ബബ്ലി തുടങ്ങിയ കുറേ ക്യാച്ച് ഫ്രേസസ് ഉണ്ടല്ലോ. അതായത് ഓരോ പരസ്യത്തിനും ഒരു ടാഗ് ലൈൻ ഉണ്ടാവുമല്ലോ, അതിനാണ് ഇവർ പ്രശസ്തിയായിട്ടുള്ളത്. അത് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ എന്താ പറയുക, ഏർണിങ്സ് കിട്ടുന്ന നല്ലൊരു ജോബാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കൊറോണ ടൈംസിൽ നമ്മുടെ ആ ഒരു ക്രാഫ്റ്റ് വർക്ക് ഉണ്ടാക്കിയിരുന്ന ഒരു ആൺകുട്ടി അത് ചെയ്തത് ശരിയാവാത്തപ്പോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ നമ്മുടെ അമൂല്യ ഇവർ എടുത്തിട്ട് അത് ടാഗ് ലൈനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ചിലരത് ശരിയാവും, ചിലരത് ശരിയാവില്ല, ശരിയായില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു സാധനം. സോ അതുപോലെ ടാഗ് ലൈൻ എഴുതിയായിരുന്നു ഇവരുടെ ആദ്യത്തെ പ്രൊഫഷൻ. ഇതിന് മാത്രമല്ല, കുർക്കുറി പോലെയുള്ള ബ്രാൻഡ്സിനും വേണ്ടിയിട്ട് ഇവർ ടാഗ് ലൈൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ മറ്റ് പോപ്പുലറായിട്ടുള്ള ക്യാച്ച് ഫ്രേസസ് ആണ് മൗണ്ടൻ ഡ്യൂക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ധർ കെ ആകെ ജീത് ഹേ, ആൻഡ് ദെൻ കുറുക്കുറയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ടേഡാ ഹേ പർ മേരാ ഹേ, ദെൻ ബി എ ലിറ്റിൽ ഡാലോജിക്കൽ ഫോർ ചിപ്സ്, ദെൻ കിറ്റ്കാറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ള കിറ്റ്കാറ്റ് ബ്രേക്ക് ബൻതാ ഹേ എന്നുള്ള ആഡൊക്കെ ഇവരാണ് ചെയ്തിരുന്നത്. ആൻഡ് ദെൻ പിന്നീട് അവിടെ നിന്നാണ് അവർ അഡ്വർടൈസിങ് ഫീൽഡിൽ നിർത്തിയിട്ട് അവിടുന്ന് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ് എൻ്റെ സ്കിൽസിന് ഒന്നുകൂടെ നല്ലതെന്ന് മനസ്സിലാക്കിയിട്ട് നോവൽസ് എഴുതാൻ തുടങ്ങി. അപ്പോഴും ക്രിക്കറ്റ് എന്നുള്ള ഫീൽഡ് സെറ്റിംഗ് ആയിട്ടാണ് അവർ ആദ്യത്തെ നോവലൊക്കെ എഴുതിയിട്ടുള്ളത്. ദ സോയ ഫാക്ടർ എന്നറിയപ്പെടുന്ന നോവൽ. അത് പിന്നീട് ഫിലിം അഡാപ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആ ഒരു നോവൽ ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഫിലിം വേർഷൻ വരുന്നുണ്ട്. അത് ഷാറുഖ് ഖാൻ്റെ റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റ് കമ്പനിയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നീട് വന്ന ബാറ്റിൽ ഫോർ ബിറ്റോറ എന്നറിയപ്പെടുന്ന നോവലും അതും സെയ്ഫ് അലി ഖാനാണ് അത് റിലീസ് ചെയ്യുന്നത്. പിന്നീട് വന്നിട്ടുള്ളവരുടെ ഒരുപാട് വർക്ക്സ് വളരെ പോപ്പുലറായിട്ട് മാറുന്നു. പുതിയ രീതികൾ പരീക്ഷിക്കുകയാണ് ഇവർ ചെയ്തത്. പിന്നെ ഇവരുടെ 6ാമത്തെ നോവലായിട്ടുള്ള ക്ലബ് യു ടു ഡെത്ത് എന്നുള്ള വർക്കും ഇപ്പോൾ റീസെൻ്റ്ലി 2024 നെറ്റ്ഫ്ലിക്സിൽ മർഡർ മുബാറക് എന്നറിയപ്പെടുന്ന ക്രൈം റൊമാൻസ് സ്റ്റോറി ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു ഫിഗറാണ് അനുജ ചൗഹാൻ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഇൻ്റർവ്യൂ വളരെ കാഷ്വൽ ആൻഡ് കാൻഡിഡ് ടോണിൽ ചെയ്തിട്ടുള്ള കുൻസം ബുക്ക് സ്റ്റോറിൻ്റെ ഒരു ബുക്ക് സൈനിങ് ഈവൻറ്റിൽ വെച്ചിട്ട് ഭാവ്നീത് സിംഗ് അറോറയുമായിട്ട് നടത്തിയ 27 നവംബർ 2023 നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ആൻഡ്
This is a very casual interview. Now let's go into an introduction of the module. അപ്പോഴാണ് ഇതെങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് മനസ്സിലാവുള്ളൂ. സോ മൊഡ്യൂൾ സെക്കൻഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ടത് 2 ഇൻ്റർവ്യൂസ് ആണ്. ഒരെണ്ണം KC മുസ്തഫയുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, PC മുസ്തഫയുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, ആൻഡ് ദെൻ നമ്മുടെ ചൗഹാനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, ആൻഡ് അനദർ സ്റ്റോറി ഈസ് ഇൻക്ലൂഡഡ്. സോ ദിസ് മൊഡ്യൂൾ വിച്ച് ഇസ് ടൈറ്റിൽഡ് ആസ് ഇൻസൈറ്റ്സ് ഇൻ ടു ലൈഫ് is focusing on new, very popular new entrepreneurs and professionals, and how they have changed their life through creativity and experiments. വളരെ ഫേമസ് ആയിട്ടുള്ള പുതിയ ഓൺട്രപ്രീനേഴ്സിനെയും റൈറ്റേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് അവരവരുടെ പ്രൊഫഷണൽ ലൈഫ് എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ആക്കിയിട്ടുള്ളതും അതും അവരുടെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചില മൂവ്സിലൂടെ എങ്ങനെയാണ് അവരുടെ പ്രൊഫഷണൽ ഗ്രോത്ത് വന്നിട്ടുള്ളത് എന്ന് യങ്സ്റ്റേഴ്സിനുള്ള ഒരു മാതൃകയായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ നെറേറ്റീവ്സ് ഇൻക്ലൂഡഡ് ഷോ ഹൗ പ്രൊഫഷണൽ ഗ്രോത്ത് ഇസ് ഇൻ അബൌട്ട് ഫോളോയിങ് പ്രീ ഡിറ്റർമിൻഡ് പാത്സ്. പ്രൊഫഷണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള, ഞാൻ ഇന്നതാണ് പഠിച്ചത് അതുകൊണ്ട് ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചതുകൊണ്ട് ഞാൻ ടീച്ചർ മാത്രമേ ആവുള്ളൂ, ഞാൻ മറ്റൊരു പ്രൊഫഷനിലേക്കും പോവില്ല എന്നുള്ള തരം വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസിനപ്പുറം അബൌട്ട് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ലെവറേജിങ് യുവർ യുണീക്ക് സ്ട്രെങ്ത്സ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന വളരെ യുണീക്കായിട്ടുള്ള ചില കേപ്പബിലിറ്റീസ് ഉണ്ടാവും, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പുതിയ ഫീൽഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും അതിലേക്ക് സ്വന്തം ടാലൻറ്റ് വഴി മാറ്റുകയും ചെയ്യുന്നതിനാണ് ലെവറേജിങ് എന്ന് പറയുക. അത് ഒന്നുകൂടെ അപ്സ്കിൽ ചെയ്യുകയാണ്, നിങ്ങളുടെ ടാലൻറ്റ് ഒന്നുകൂടെ പുതിയൊരു ഫീൽഡിലേക്ക് മാറ്റി മറിച്ചെടുക്കുക. അപ്പോൾ ഷീ ഡെമോൺസ്ട്രേറ്റ്സ് here Anuja Chauhan demonstrates how personal experiences become rich narrative resources and are integral to creating unique professional identities. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസും അവരുടെ ഒരു ലൊക്കേഷനും കൾച്ചറും എല്ലാം എങ്ങനെ പുതിയ യുണീക്ക് പ്രൊഫഷണൽ ഐഡൻറ്റിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് അനുജ ചൗഹാൻ. ആൻഡ് ഹാവിങ് സ്റ്റഡീഡ് എക്കണോമിക്സ് ആൻഡ് having a creative spirit, she thought that in advertisement field there is a good mixing of creativity and marketing. അവിടെയാണ് അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ പഠിച്ചിട്ടുള്ള ഫീൽഡിലെ ട്രെയിനിങ്ങും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അവർ അത് ചൂസ് ചെയ്യാണ്. Then later on she shifted her field, and the reason was that even though there is writing in advertisements, it's very restricted writing. അപ്പോൾ നല്ല പീക്ക് പെർഫോമൻസ് കാഴ്ചവെച്ച് 17 വർഷം ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്യാൻ ആലോചിക്കുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് സച്ച് എ ബിഗ് ഡിസിഷൻ ബിക്കോസ് ഷീ ട്രസ്റ്റഡ് ഹെർ സ്കിൽസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതിൽ സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഒരാൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതിനൊരു റീസണായിട്ട് ഇവർ പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ എഴുത്ത് റെസ്ട്രിക്റ്റഡ് ആണ്. ആ ഒരു ആഡിന് എന്താണോ വേണ്ടത് അതിനകത്തുള്ള ഒരു ടാഗ് ലൈനാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ബുക്സിലാണെങ്കിൽ യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ ഡെസ്റ്റിനി. ഓഥർ എന്ന് പറയുന്നത് ഹീസ് ലൈക്ക് ഗോഡ്, ഹി ക്രിയേറ്റ്സ് ക്യാരക്ടേഴ്സ്, ഹി ഓർ ഷീ ക്രിയേറ്റ്സ് ക്യാരക്ടേഴ്സ് ആൻഡ് ഡിറ്റർമിൻസ് ദെയർ ഡെസ്റ്റിനി. ക്യാരക്ടേഴ്സിൻ്റെ ക്രിയേഷനും അവരുടെ ഭാവിയും എല്ലാം തീരുമാനിക്കുന്നത് റൈറ്ററാണ് എന്നുള്ള ഒരു ഫ്രീ വില്ലിൻ്റെ ഒരു പോസിബിലിറ്റി ഓതേഴ്സിനുണ്ട്. അപ്പോൾ അതായിരുന്നു ഇവരെ ഒന്നുകൂടെ എക്സൈറ്റ് ചെയ്തത്. ആൻഡ് let's see how she becomes an inspiration by her profession and in her writing style. She's an example of embracing multiple creative outlets. ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ നിന്നും മറ്റൊരു ക്രിയേറ്റീവ് ഫീൽഡിലേക്കുള്ളൊരു ജമ്പ്, അത് എംബ്രേസ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നു. ചൗഹാൻസ് അപ്രോച്ച് റിവീൽസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് എൻതൂസിയാസ്റ്റിക് അബൌട്ട് ലേണിംഗ് ആൻഡ് നോട്ട് ലിമിറ്റിംഗ് വൺ സെൽഫ് ടു സിംഗിൾ ഡൊമെയിൻസ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിലുള്ളൊരു എന്തൂസിയാസം, ഒരു കുട്ടികളിൽ ഉണ്ടാവുന്ന ആ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. ആൻഡ് ലേണിംഗ് ആൻഡ് നോട്ട് ലിമിറ്റിംഗ് വൺ സെൽഫ് ടു സിംഗിൾ ഡൊമെയിൻസ്. ക്യൂരിയോസിറ്റിയും താല്പര്യവും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് ഏത് ഫീൽഡിലാണെങ്കിലും എക്സൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ഒരു ഏരിയയിൽ സ്വയം നിർത്താതെ പുതിയൊരു ഫീൽഡിലേക്കും കൂടി അവർ എൻ്റർ ചെയ്യാണ്. ദെൻ ഷീ ഈസ് വ്യൂയിങ് ക്രിയേറ്റിവിറ്റി ആസ് എ ട്രാൻസ്ഫറബിൾ സ്കിൽ. ഒരു ഫീൽഡിലുള്ള എക്സ്പെർട്ടൈസ് മറ്റൊരു ഫീൽഡിലേക്കും നമുക്ക് പിന്നീട് മാറ്റാവുന്നതാണ് എന്നുള്ള ഒരു എക്സാമ്പിളാണ് ഇവർ കാണിക്കുന്നത്. ആൻഡ് ഹെർ എന്തൂസിയാസം ആൻഡ് വില്ലിങ്നെസ് ടു ലേൺ മാറ്റർ മോർ ദാൻ ഇനീഷ്യൽ പ്രൊഫിഷ്യൻസി. തുടക്കത്തിലുള്ള ആ ഒരു
കഴിവിൻ്റെ അപ്പുറം പുതിയൊരു ഫീൽഡിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ് ഗ്രോത്ത്. അതിനുള്ളൊരു സാധ്യത കാണുകയും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആവുകയും ചെയ്യുക എന്നുള്ളതാണ് പുതിയ കാലത്തെ പല ഓൺട്രപ്രീനേഴ്സിലും റൈറ്റേഴ്സിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഈ ഒരു ഹോൾ മൊഡ്യൂളിനെ കണക്ട് ചെയ്യുന്ന ലിങ്ക്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം PC മുസ്തഫയുടെ കേസിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുമില്ലാത്തൊരിടത്ത് നിന്ന് വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ നിന്നുകൊണ്ട് പിന്നീട് ഒരു 500 crore rupee ടേൺ ഓവറുള്ള ഒരു ഫ്രഷ് ഫുഡ് കമ്പനി തുടങ്ങുന്ന ഒരു കമ്പനിയുടെ CEO ആയിട്ടുള്ള PC മുസ്തഫയുടെ സ്റ്റോറിയും ഇതേ പാറ്റേണിൽ വരുന്നതാണ്. സോ നൗ ലെറ്റ്സ് സീ how Anuja Chauhan is becoming a very interesting character for us students. So she's viewing creativity as a transferable skill and enthusiasm. And this can be seen from her very beginning statements in the interview. ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ ക്യാൻഡിഡായിട്ട് കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണുന്നത്. ഷീ സേസ്, ഐ ലൈക്ക് റൈറ്റിംഗ്, ഇറ്റ്സ് മൈ ക്രിയേറ്റീവ് തിങ്, ഇറ്റ്സ് ഹൗ ഐ റിലേറ്റ് ടു ആൻഡ് മേക്ക് സെൻസ് ഓഫ് ദ വേൾഡ് ആൻഡ് ഐ ലവ് ടു റീഡ്. അപ്പോൾ എനിക്ക് ക്രിയേറ്റീവായിട്ട് ഉള്ള സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം. ദിസ് ഈസ് ഹൗ മേക്ക് സെൻസ് ഓഫ് ദ വേൾഡ്. ഞാൻ എൻ്റെ ലോകത്തെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ദെൻ ഷീ ഈസ് മേക്കിംഗ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഐ ആം നോട്ട് വെരി ഗുഡ് ബട്ട് ഐ എം വെരി എന്തൂസിയാസ്റ്റിക്. ഞാൻ ഭയങ്കര എക്സെപ്ഷണലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, പക്ഷേ ഞാൻ വളരെ എന്തൂസിയാസ്റ്റിക്കാണ്, വളരെ ക്യൂരിയോസിറ്റി കാണിച്ച് എല്ലാത്തിനോടും താല്പര്യത്തോടു കൂടി ചെയ്യുന്ന ഒരാളാണ്. സോ ഷീ റൈറ്റ്സ് ഫാൻറ്റാസ്റ്റിക് ആൻഡ് ഹിലാരിയസ് ഡയലോഗ്. അപ്പോൾ അവരുടെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ രസകരമായിട്ടുള്ള തമാശയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഡയലോഗ്സ് എഴുതി. ആൻഡ് ഷീ സേസ് ദാറ്റ് ഷീ ഈവൻ എൻഡ്സ് അപ്പ് ലാഫിങ് ബൈ റീഡിങ് ഹർ വർക്ക്സ്. സ്വന്തം എഴുതിയ ഒരു വർക്ക് വായിച്ചിട്ട് അവനവന് തന്നെ ചിരി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സച്ച് ഹൈറ്റ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ അതിനുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട്, അതിനുള്ളൊരു എന്തൂസിയാസം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. സോ ചൗഹാൻ ഹാസ് കൾട്ടിവേറ്റഡ് എ യുണീക്ക് നെറേറ്റീവ് അപ്രോച്ച് ദാറ്റ് ഷീ പ്ലേഫുള്ളി ടേംസ് ആസ് റോം ക്രോം. ഇവരെഴുതുന്ന ഒരു പുതിയ മോഡ് ഓഫ് വർക്ക്സിനെ ഇവർ റോം ക്രോം എന്നാണ് പറയുന്നത്. അതുപോലും ഒരു വളരെ പുതിയ ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പല ഭാഷകളിൽ എഴുതുന്ന ആൾക്കാരുണ്ട്, അവരിൽ ഇംഗ്ലീഷ് എഴുതുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് പുതിയൊരു ടേം അവർ ഉണ്ടാക്കുകയും എന്നിട്ട് അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു യുണീക്കായിട്ടുള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നത്. സോ റോം ക്രോം എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ്, റൊമാൻസ് റൈറ്റിങ്ങിൻ്റെയും ക്രൈം ഫിക്ഷൻ്റെയും കോമഡിയുടെയും ഒരു ബ്ലെൻഡ്. അപ്പോൾ സാധാരണഗതിയിൽ റൊമാൻസ് റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൽ പ്രണയകഥകൾ മാത്രം വരുന്നു. ബട്ട് ഷീ ഈസ് ബ്ലെൻഡിങ് ഓൾ ദീസ് ഫീൽഡ്സ് ആൻഡ് ക്രിയേറ്റിംഗ് എ വെരി യുണീക്ക് ബ്ലെൻഡ് ഓഫ് എ ന്യൂ ജാനർ. സോ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മിൽസ് ആൻഡ് ബൂൺസിൻ്റെ പോലത്തെ ഉള്ള റൊമാൻസ് സീരീസ് എഴുതും. മിൽസ് ആൻഡ് ബൂൺസ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറേ കാലമായിട്ട് നിലനിന്നിരുന്ന ഒരു റൈറ്റേഴ്സ് ഗ്രൂപ്പാണ്. അതിൽ പ്യുവർലി റൊമാൻറ്റിക് കൈൻഡ് ഓഫ് ഫിക്ഷൻ, റിലേഷൻഷിപ്സ്, യങ്സ്റ്റേഴ്സ് ആൻഡ് സച്ച് സ്റ്റോറീസ് അപ്പിയർ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം ഞാൻ ഒരിക്കലും എഴുതാൻ പോകുന്നില്ല. ഐ വുഡ് ലൈക്ക് ടു റൈറ്റ് ഇൻ ദിസ് മാനർ എന്നവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് നൗ കമ്മിങ് ടു ഹെർ റൈറ്റിംഗ് ഫിലോസഫി, നമുക്കൊരു ജനറൽ അനാലിസിസ് നടത്തിയ ഈ ഒരു ഹോൾ ഇൻ്റർവ്യൂ എന്ന് മനസ്സിലാവുന്നത് ഷീ ഈസ് ടേക്കിംഗ് ഹ്യൂമർ ആസ് ഹെർ പ്രൈമറി നെറേറ്റീവ് ടൂൾ. ഹ്യൂമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക്. അതുണ്ടെങ്കിൽ മാത്രമാണ് വായന രസകരമാവുന്നതെന്നാണ് ഇവരുടെ ഒരു ഐഡിയ. ദെൻ ഷീ ഓൾസോ ഇൻക്ലൂഡ് സോഷ്യൽ കമൻട്രി ഓൺ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഏത് സൊസൈറ്റിയിലും ഉണ്ടാവുന്നെങ്കിലും ഇന്ത്യൻ സൊസൈറ്റിയിൽ വളരെ രസകരമായിട്ട് നമ്മൾ ഫിലിംസിലാണെങ്കിലും ഒക്കെ കാണുന്ന ഒരു എന്താ പറയുക, ലിറ്റിൽ പെറ്റി ഹിപ്പോക്രസീസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, പൊളിറ്റിക്സ് ആൻഡ് ദി ഇൻസെക്യൂരിറ്റീസ് ആൻഡ് അവർ ഗോസിപ്സ്, നമ്മുടേതായിട്ടുള്ള കുറേ കൾച്ചറൽ ന്യൂവാൻസസും അത് ചേർത്ത് വരുന്ന കുറേ സിറ്റുവേഷൻസും അത് ക്രിയേറ്റ് ചെയ്യുന്ന തമാശകളും ഗോസിപ്പ് പറച്ചിലുകളും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആകുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. റീൽസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നൊരു കാര്യം വെച്ചിട്ടാണ് ഇവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്റ്റൈല് തീരുമാനിക്കുന്നത്. സോ ഐ എം വെരി ഫോണ്ട് ഓഫ് റൈറ്റിംഗ് സോഷ്യൽ കമൻട്രി, എസ്പെഷ്യലി ദ മസാല വൺ ഗെറ്റ്സ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ടു റൈറ്റ്. ഇന്ത്യൻ സൊസൈറ്റി മസാല എന്ന് നമുക്ക് ടേം ചെയ്യാവുന്ന ഫിലിംസിലൊക്കെ വരുന്ന ടിപ്പിക്കലായിട്ടുള്ള അങ്ങനത്തെ രംഗങ്ങൾ എടുത്തിട്ടാണ് ഇവർ
സ്റ്റോറി ആക്കിയിട്ട് നോവൽ എഴുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പല ഫിലിംസും എന്താ പറയുക പല സ്റ്റോറീസ് ഓർ നോവൽസ് എല്ലാം ഫിലിം അഡാപ്റ്റേഷനിൽ പോയിട്ടുള്ളതും. സോ ഷീ ക്യാപ്ചേഴ്സ് ദ നുവാൻസ്ഡ് ഓഫൺ ഹിപ്പോക്രിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ ഡൈനാമിക്സ്. നമ്മുടെ ഉള്ളിൽ ഒന്ന് വേറെ വെക്കുകയും പുറത്ത് വേറൊന്നും ചെയ്യുന്നതിനെയാണ് അതിനാണ് ഹിപ്പോക്രസി എന്ന് പറയാറുള്ളത്. നമ്മുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, അതൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഈ ഫാമിലി ഡ്രാമേൻ്റെ അകത്ത് കാണുന്നതല്ലോ. അപ്പോൾ അതെല്ലാമാണ് ചില നോവൽസിൽ ഏറ്റവും രസകരമായിട്ട് വരുന്നത്. സോ ഷീസ് ക്രിയേറ്റിംഗ് റിലേറ്റബിൾ ഒതൻറ്റിക് ഡയലോഗ്സ് ദാറ്റ് റെസനേറ്റ്സ് വിത്ത് ദ റീഡേഴ്സ്. നമ്മുടെ അയൽവക്കത്തുള്ള പെൺകുട്ടിയെ പോലെ ഒരാളെ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് രസമാവുന്നത് പോലെ അങ്ങനെയുള്ള സിറ്റുവേഷൻസാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഇറ്റ് ഈസ് ഹെർ വില്ലിങ്നെസ് ടു എക്സ്പെരിമെൻറ്റ് ആൻഡ് ചലഞ്ച് എക്സിസ്റ്റിംഗ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. നിലനിന്നിരുന്ന ഒരു പാറ്റേണിൽ തന്നെ ഉറച്ചു നിൽക്കാതെ പുതിയൊരു രീതിയിൽ കുറച്ചുകൂടി സിനിമാറ്റിക് ആയിട്ടുള്ളൊരു എഴുത്തിലേക്ക് അവർ പോകുന്നതാണ് ഇവരെ സക്സസ്ഫുൾ ആക്കുന്നത്. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു യുണീക്ക് ആൻഡ് ക്രിയേറ്റീവ് മോഡ് ഓഫ് റൈറ്റിംഗ്. ദെൻ മേക്കിംഗ് യൂണിവേഴ്സൽ സ്റ്റോറീസ് ഫ്രം സ്പെസിഫിക് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇസ് എ സ്ട്രാറ്റജിക് ഇൻസൈറ്റ്. നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള, നമ്മുടെ റൂറൽ ഏരിയാസിലുള്ള ഡയലോഗ്സും അവരുടെ രീതികളും സ്വഭാവ സവിശേഷതകളും ലാംഗ്വേജ് ആസ്പെക്ട്സും ഒക്കെ വെച്ചിട്ട് എഴുതുക എന്നുള്ളത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ളൊരു മൂവാണെന്ന് പറയാം. ഷീ സേസ് sometimes when it is so typical India, it becomes very universal somehow. ഇന്ത്യയുടെ ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഫാമിലി ഡ്രാമ എഴുതുമ്പോൾ അത് പലപ്പോഴും ഒരു യൂണിവേഴ്സൽ തീം തന്നെയായിരിക്കും. കാരണം ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരേ പാറ്റേണിലാണ് പലപ്പോഴും ജീവിച്ച് തീരുന്നതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യൂണിവേഴ്സൽ ആക്കി അതിനെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ള ഒരു strategy. And what is her writing philosophy? She views writing as a creative outlet for understanding the world. So writing is used to understand the world. Understanding audience preference is important, but maintaining artistic integrity is also important. ഓഡിയൻസിൻ്റെ പ്രിഫറൻസ് അവർ ട്രെൻഡ്സ് മനസ്സിലാക്കുന്നുണ്ട്, അതിനനുസരിച്ച് സ്വന്തം യുണീക്ക് രീതിയിൽ തന്നെ നിൽക്കുന്നു. കാരണം ഷീ വാസ് കമ്പൽഡ് ടു റൈറ്റ് അനുജ വൈ ആർന്റ് യു റൈറ്റിംഗ് മോർ റൊമാൻസ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അവർ നേരിടുന്നുണ്ട്. പക്ഷേ ഷീസ് വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഷീ വോണ്ട്സ് ടു റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൊമാൻസ് പ്യുവറായിട്ട് അവർ എഴുതാൻ പോകുന്നില്ല. ഐ കാൺ റൈറ്റ് ഇറ്റ്. അതുപോലെ പാരൻറ്റിങ്ങിനെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ ഇവരോട് ഒരു പബ്ലിഷർ പറയുമ്പോൾ ഇവർ നോ ഐ ക്യാൻ നെവർ ഡു ദാറ്റ് ബിക്കോസ് ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ് പാരൻറ്റിങ് എന്നവർ പറയുന്നുണ്ട്. Okay, so she is enthusiastic about multiple creative pursuits and she maintains a very playful, self-deprecating sense of humor. Self-deprecating എന്ന് പറഞ്ഞാൽ സ്വയം കളിയാക്കാൻ പറ്റുക എന്നുള്ളത് കുറച്ച് മെച്യൂറായിട്ടുള്ള ഒരു വേ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ വളരെ പ്ലേഫുള്ളായിട്ട് തമാശയിലൂടെ സ്വയം കളിയാക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള സെൻസിബിലിറ്റിയും സെൻസ് ഓഫ് ഹ്യൂമറും അത് അവരുടെ വർക്കിലൂടെ വരുന്നതാണ് ഇവരുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. സോ നൗ ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു തീമായിട്ട് വന്നിട്ടുള്ളത് സോഷ്യൽ കമൻട്രി ആയിരുന്നു. നമ്മൾ പറഞ്ഞു ഷീ ഈസ് ഡീപ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ലിറ്റിൽ petty hypocrisies of Indian society. Then humor is becoming a lens. You can write like this when you are writing a short essay and all. അവരുടെ സ്പെഷ്യൽ തീംസ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത് ഒന്ന് സോഷ്യൽ കമൻട്രി തന്നെയാണ്. അതെങ്ങനെ അവർ പോസിബിളായിട്ടുള്ളൊരു ഫിക്ഷനിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. ദെൻ ഹ്യൂമർ അതിൻ്റെ ഒരു ലെൻസായിട്ട് തന്നെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഷീ യൂസസ് കോമഡി ടു ഡിസെക്ട് സോഷ്യൽ നോംസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയേഴ്സ്. ആൻഡ് ദെൻ ജാനർ ഫ്ലൂയിഡിറ്റി ഈസ് അനദർ ആസ്പെക്റ്റ്. കാരണം റൊമാൻസെന്നും ക്രൈമെന്നും കോമഡിയുടെയും മിക്സ്ഡ് ഒരു ബ്ലെൻഡ്, അതും ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ദെൻ കൾച്ചറൽ ഒബ്സർവേഷൻസ്. ഷീ ഹൈലൈറ്റ്സ് യൂണിവേഴ്സൽ ട്രൂത്ത്സ് ത്രൂ ഇന്ത്യൻ എക്സ്പീരിയൻസിനെ എങ്ങനെ ഒരു യൂണിവേഴ്സൽ മീനിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ നോവൽസിൽ നടക്കുന്നുണ്ട്. ആൻഡ് ദെൻ അനദർ ആസ്പെക്റ്റ് ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദ ഇൻ്റർവ്യൂവേഴ്സ് ഹൗ ഷീ ഈസ് റൈറ്റിംഗ്. അവരുടെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് എന്താണ്, അവരുടെ ഇൻസ്പിറേഷൻസ് എന്താണ് എന്നൊക്കെയുള്ളതാണ് പിന്നീട് അവർ സംസാരിക്കുന്നത്. ആൻഡ് ഭാവനീത് സിംഗ് അറോറ ആഷ് വെരി ഗുഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞാൻ ഒരു ഡെയിലി 1000 വേർഡ്സ് എങ്കിലും എഴുതും വെൻ ഐ എം വെരി ആക്റ്റീവ്ലി വർക്കിംഗ് ഓൺ എ ബുക്ക്. എത്ര എഴുതും ഒരു ദിവസം തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് എപ്പിസോഡ് ആണെങ്കിലും അങ്ങനെയുള്ള ചോദ്യത്തിന് 1000 വേർഡ്സ് എഴുതുമെന്ന് പറയുന്നുണ്ട്. ദെൻ കോൺസ്റ്റൻ്റ്ലി ഫൈലിംഗ് എവേ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ്. എപ്പോഴും നന്നായി സൊസൈറ്റിയെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ റൈറ്റർ ഇവർ ചെയ്യുന്നത്. ദെൻ ഡ്രോസ് ഇൻസ്പിറേഷൻ ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് ഫാമിലി മെമ്മറീസ്. സ്വന്തം ഫാമിലി മെമ്മറീസും പേഴ്സണൽ സ്പേസും വരെ അവർ റൈറ്റിങ്ങിനുള്ള
മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നീട് പറയുന്നുണ്ട് കൊറോണ ടൈംസിൽ യു ഹാവ് എ ലോട്ട് ഓഫ് പപ്പീസ്, കൂടെ ഒരുപാട് നായ്ക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വരെ എങ്ങനെ ലിറ്ററേച്ചറിൽ തീമായിട്ട് വരുന്നു, വർക്ക്സിൽ തീമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പപ്പീസ് ഉണ്ട്. അപ്പോൾ അവരുടെ പപ്പീസിനെ വെച്ചിട്ടാണ് ദി ഫാസ്റ്റ് ആൻഡ് ദ ഡെഡ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഐ ഹാവ് ഇൻക്ലൂഡഡ് ഇറ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസ്. ഒരു ലേഡി ഉണ്ടായിരുന്നു, ഷീ ഹേറ്റഡ് സ്ട്രേ ഡോഗ്സ്. തെരുവ് നായ്ക്കളെ വളരെ ദേഷ്യമുള്ളൊരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒരു എസ്റ്റേറ്റ് ഹോൾഡറാണ്, വെരി ഓൾഡാണ്. അപ്പോൾ ഇവർക്കൊരു ഗണ്ണുണ്ട്. ആൻഡ് ഷീ ഗെറ്റ്സ് ഡ്രങ്ക് ആൻഡ് ഷീ ആക്സിഡൻ്റലി ഷൂട്ട്സ് ഷീ ഷൂട്ട്സ് ദി സ്ട്രേ ഡോഗ്. പുറത്തുള്ള നായ്ക്കളെയാണ് ഇവിടെ വെടിവെക്കുന്നത്, പക്ഷേ ഒരു മനുഷ്യനെ ഷൂട്ട് ചെയ്യും, അയാൾ മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് അതൊരു ക്രൈം ത്രില്ലറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എങ്ങനെ ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ കൊല്ലപ്പെട്ടത് ആക്സിഡൻ്റലി അല്ല എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇവരുടെ ഒരു സ്റ്റോറി ലൈന് പോകുന്നത്. വളരെ സിമ്പിൾ റീഡിന് പറ്റുന്ന വർക്ക്സാണ് ചൗഹാൻ്റെതെല്ലാം. ആൻഡ് ദെൻ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ കഥാപാത്രങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത് എന്ന് ചോദിക്കുമ്പം ഇവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഒരു ACP ഭവാനി സിംഗ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇവരുടെ. അപ്പോൾ അവരുടെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഒരു അങ്കിളുണ്ട് ഇവർക്ക് പോലീസായിട്ട് വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ എവിടെയോ കണ്ടു മറന്നിട്ടുള്ള വളരെ നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള പോലീസ്മെൻ ഉണ്ടല്ലോ. കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് കണ്ടാൽ ഇഷ്ടം തോന്നുന്ന പോലീസുകാരെ കണ്ടാൽ അവരായിരിക്കും പിന്നെ നമ്മുടെ മനസ്സിൽ പോലീസ് എന്നുള്ളൊരു ഐഡിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭവാനി സിംഗ് അങ്ങനെ ഒരു മെമ്മറിയിൽ നിന്നാണ്, ഒരു അമിയബിൾ സോർട്ട് ഓഫ് പോലീസ്മാൻ എന്നിൽ നിന്നാണ് ഈ ഒരു ഐഡിയ വരുന്നത്. അപ്പോൾ ഇഫ് യു ഹിറ്റ് സംബഡി, പിന്നെ ഇയാൾ ഈ ഭവാനി സിംഗ് എന്ന് പറയുന്ന ഈ ഒരു ACP ഇതിൽ ഈ വർക്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊരാൾ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ എന്താ പറയുക, ഫിസിക്കൽ വയലൻസിലൂടെയാണ് അയാളിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഒരാളോട് നിങ്ങൾ അക്രമം കൂടാതെ സമാധാനത്തിൽ സംസാരിച്ച് സോപ്പിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ യു അൺലോക്ക് ഹിസ് ഹാർട്ട് കംപ്ലീറ്റ്ലി. സോ അപ്പോഴാണ് നിങ്ങൾക്ക് കഥക്കകത്തേക്ക് ആൾക്കാരുടെ കഥകളിലേക്ക് നിങ്ങൾക്ക് അങ്ങനെയാണ് എൻട്രി കിട്ടാൻ എളുപ്പം എന്ന് ACP ഭവാനി സിംഗ് പറയുന്നുണ്ട്. സോ ഹർ യുണീക്ക് പെർസ്പെക്റ്റീവ്സ് ഓൺ റീഡിങ് ആൻഡ് ടെക്നോളജി. പിന്നീടുള്ളൊരു ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഡിജിറ്റൽ ഏജിലെ ഒരു റീഡിങ്ങിനെ കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഷീ അക്നോളജസ്, ഷീ അഗ്രീസ് വിത്ത് ദ പോപ്പുലാരിറ്റി ഓഫ് ഷോർട്ട് ഫോമാറ്റ് കോണ്ടൻറ്റ് ലൈക്ക് ഇൻസ്റ്റഗ്രാം റീൽസ് എന്ന് വളരെ ചെറിയ സമയം ഓരോന്നിനും കൊടുത്തിട്ട് ഒരുപാട് സമയമെടുത്തൊരു വലിയ നോവലൊന്നും വായിക്കാനുള്ള താല്പര്യം ആൾക്കാർക്കില്ലല്ലോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഷീ അഗ്രീസ്. പക്ഷേ ഷീ ബിലീവ്സ് ദാറ്റ് ബുക്സ് ഓഫർ ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റോറീസ്. പക്ഷേ എന്നും മനസ്സിൽ നിലനിൽക്കുന്ന കുറേ പിക്ചേഴ്സും ആൾക്കാരും പ്ലോട്ടും ഒക്കെ നമുക്ക് കിട്ടുക ബുക്സിൻ്റെ വായനയിലൂടെ മാത്രമാണ്. അല്ലാതെ റീൽസ് ഇങ്ങനെ കണ്ട് തള്ളി പോവുക എന്നല്ലാതെ അതിൽ നിന്നൊന്നും നിലനിൽക്കുന്നില്ല നമ്മുടെ മെൻ്റൽ പിക്ചേഴ്സിൽ, ഇമാജിനേഷനിൽ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സോ ഷീസ് അഡ്വക്കേറ്റിംഗ് ഫോർ പർച്ചേസിങ് ബുക്സ് റാദർ ദാൻ ബോറോയിങ് ബുക്സ്. പലപ്പോഴും നമ്മൾ ഒരാളൊരു പുസ്തകം വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച് പലരും വായിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ റൈറ്റേഴ്സ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അമിയബിൾ ആയിട്ടുള്ള, അവർക്ക് നന്നായി നിലനിൽക്കാൻ പറ്റുന്ന ഒരു കൾച്ചർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എല്ലാവരും പുസ്തകം വാങ്ങിക്കണം എന്നാണ് ആസ് എ റൈറ്റർ ഷീ ഈസ് സീയിങ്. ദെൻ മറ്റ് തീംസ്, ഇൻ്റർവ്യൂവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള മറ്റ് തീംസ് എന്ന് പറയുന്നത് ഒന്ന് ലിറ്റററി ഇൻഫ്ലുവൻസസ് ആണ്. ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന്. അപ്പോൾ അത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് റൈറ്റേഴ്സാണ് ഇവർ പറയുന്നത്. റൊമാൻസ് എഴുതുന്ന ജോർജറ്റ് ഹെയർ, മെഗ് ഗോബോട്ട്, ദെൻ വിക്രം സേത്ത്, ജോസഫ് ഹെല്ലർ, ക്യാച്ച് 22 ഒക്കെ എഴുതിയിട്ടുള്ള ഇവരെ പറയുന്നു. ദെൻ കണ്ടംപററി ഇന്ത്യൻ റൈറ്റേഴ്സിൽ അരുണ നമ്പ്യാർ, ദേവപ്രിയ റോയ് ഒക്കെ പുതിയ എഴുത്തുകാരാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇവരുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ക്ലബ് യു ടു ഡെത്ത് ഞാൻ പറഞ്ഞു, അതായിരുന്നു നമ്മൾ മർഡർ മുബാറക്ക് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുള്ള ഫിലിമായിട്ട് മാറിയിട്ടുള്ളത്. ദെൻ ദ ഫാസ്റ്റ് ആൻഡ് ദി ഡെഡ്, അതും മറ്റൊരു മർഡർ മിസ്റ്ററിയും സോഷ്യൽ കമൻട്രിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മർഡർ മിസ്റ്ററി കൈൻഡ് ഓഫ് നോവലാണ്. ആൻഡ് ദെൻ പുതിയ അപ്കമിങ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഈ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുള്ള ക്ലബ് യു ടു ഡെത്ത് തന്നെയാണ്, അതായത് മർഡർ മുബാറക്ക്. ഓക്കെ, ആൻഡ് നൗ ഇവർ ചോദിക്കുന്ന, ഭവനീത് സിംഗ് അറോറ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, പുതുതായിട്ട് വായിക്കേണ്ട നല്ല ബുക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് വിക്രം സേത്തിൻ്റെ സ്യൂട്ടബിൾ ബോയ്, ദെൻ ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാം, അതൊരു സോഷ്യൽ കമൻട്രിയാണ്. ദെൻ ക്യാച്ച് 22 ബൈ ജോസഫ് ഹെല്ലർ, ദെൻ
അരുണ നമ്പ്യാർ ആൻഡ് ദേവപ്രിയ റോയ്. അതൊക്കെ തന്നെയാണ് ഇവർ ഒരു വായനക്കാർ വായിക്കേണ്ട പുസ്തകങ്ങളായിട്ട് പറയുന്നത്. ആൻഡ് അബൌട്ട് ദ കൺക്ലൂഡിങ് തോട്ട്സ് ഓഫ് ദി ഹോൾ ഇൻ്റർവ്യൂ, അനുജ ചൗഹാൻ റെപ്രസെൻറ്റ്സ് എ ന്യൂ വേവ് ഓഫ് ഇന്ത്യൻ ഓതേഴ്സ് ഹു ആർ ബ്രേക്കിംഗ് ട്രഡീഷണൽ നറേറ്റീവ് ബൗണ്ടറീസ്. പഴയ രീതിയിലുള്ള എഴുത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നുകൊണ്ട് വലിയ ഓത്തർ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഹൈ ഫ്രെയിമിൽ നിൽക്കുന്ന, വളരെ സീരിയസ് ആയിട്ട് ഇൻ്റലക്ച്വലായിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്നതിനപ്പുറം തമാശയും ഒക്കെ പറഞ്ഞ് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഹിലാരിയസ് ആൻഡ് vibrant figure. She combines sharp social observation. അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഉന്നം വെച്ചിട്ടുള്ള സോഷ്യൽ ഒബ്സർവേഷൻ ഉണ്ട്, സമൂഹത്തോടുള്ള നിരീക്ഷണങ്ങളുണ്ട്. ഇൻഫെക്ഷ്യസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന കണ്ടേജിയസ് ആയിട്ടുള്ള ഹ്യൂമർ, ഒരാൾ ചിരിക്കുമ്പോൾ അടുത്ത ആൾക്കും കൂടെ ചിരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഹ്യൂമർ. ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റി. വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും അതിൻ്റെ പൊളിറ്റിക്സും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറി ഇവർ പറയുന്നത്. സോ ഹർ മെസ്സേജ് ഇസ് ക്ലിയർ. റീഡിങ് ഈസ് നോട്ട് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. റീഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മളൊരു വീഡിയോ ഒക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഷോർട്സ് കാണുന്ന പോലെ ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് അല്ല, ബട്ട് എ പ്രൊഫൗണ്ട് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവർസെൽവ്സ് ആൻഡ് അവർ വേൾഡ്. അതിലൂടെ ആൾക്കാർക്ക് അവരുടെ ലോകത്തെയും മനസ്സിലാക്കാനും അതിൽ നിന്ന് പുതിയ സെൻസസ് ക്രിയേറ്റ് ചെയ്യാനുമുള്ളൊരു വെന്യൂ ആണ്. സോ ബൈ പർച്ചേസിങ് ആൻഡ് സപ്പോർട്ടിംഗ് ബുക്സ്, റീഡേഴ്സ് കോൺട്രിബ്യൂട്ട് ടു എ റിച്ചർ ആൻഡ് മോർ നുവാൻസ്ഡ് ലിറ്റററി ലാൻഡ്സ്കേപ്പ്. പക്ഷേ ഇതെല്ലാം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വിൽക്കപ്പെടുകയും ആൾക്കാർ അത് വാങ്ങുകയും ചെയ്യണം. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ല റീഡിങ് കൾച്ചറും ഒരു എന്താ പറയുക ഓതർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നൗ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്സ് ഓഫ് ദ മൊഡ്യൂൾ, എങ്ങനെയാണ് ഇത് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളതിലേക്ക് നോക്കിയാൽ, ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന്, അനുജ ചൗഹാനായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ നിന്ന് ഗ്രാജുവേറ്റ്സിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അവരുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഒന്ന്, ഹൗ ക്യാൻ യു ചൂസ് നോൺ ലീനിയർ നെറേറ്റീവ് പാത്ത്സ് എന്നുള്ളത്. ഒരേ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാതെ പുതിയ വഴിയിലൂടെ, നോൺ ലീനിയർ ആയിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് കരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ യൂസിങ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ആസ് പ്രൊഫഷണൽ റിസോഴ്സസ്. സ്വന്തം എക്സ്പീരിയൻസസ് എങ്ങനെ പ്രൊഫഷണൽ റിസോഴ്സസ് ആയിട്ട്, അതേസമയം റിമൈനിങ് എൻതൂസിയാസ്റ്റിക് ആൻഡ് ഓപ്പൺ ടു ലേണിംഗ്. ഇതേ ഒരു പോയിൻ്റ് തന്നെയാണ് നമ്മൾ ID ഫ്രഷ് എന്ന് പറയുന്ന ഫുഡ് കമ്പനിയുടെ CEO ആയിട്ടുള്ള PC മുസ്തഫയുടെ ഇൻ്റർവ്യൂവിലും നമുക്ക് കാണാൻ പറ്റുന്നത്. പഠിച്ചത് മറ്റ് ഫീൽഡുകളൊക്കെ ആണെങ്കിലും ഫുഡിൻ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇറങ്ങി വരികയും അതിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇഡ്ഡലി ദോശ ബാറ്ററിൻ്റെയൊക്കെ ഒരു പുതിയൊരു രീതിയിലേക്കുള്ള ഒരു സെയിലിലേക്ക് ഇവർ പോവുകയൊക്കെ ചെയ്യുന്നതാണ് ഇവർ എത്രയും വലിയ ടേൺ ഓവറുള്ളൊരു കമ്പനിയുടെ CEO ആക്കി മാറ്റുന്നത്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഇതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ. ദെൻ ഡെവലപ്പിംഗ് എ യുണീക്ക് പ്രൊഫഷണൽ വോയിസ് വൈൽ സ്റ്റേയിങ് അഡാപ്റ്റബിൾ ആൻഡ് റെസീലിയൻറ്റ്. റൊമാൻസ് റൈറ്റിങ്ങിന് ക്രൈസ് ഉണ്ടെങ്കിലും അതിനു വേണ്ടിയുള്ള ഡിമാൻഡ് ഉണ്ടെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ഇതാണ്, എനിക്കിതിലാണ് എക്സൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു യുണീക്കായിട്ടുള്ള പൊസിഷൻ മനസ്സിലാക്കി അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ദെൻ കണ്ടിന്യൂസ്ലി ലേണിംഗ് ആൻഡ് എക്സ്പ്ലോറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബ്രോഡർ സൊസൈറ്റൽ കോണ്ടെക്സ്റ്റ്. സമൂഹത്തെ നന്നായി ഒബ്സർവ് ചെയ്തിട്ടാണ് ഈ ഓൺടർപ്രണേഴ്സും എഴുത്തുകാരും ഒക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊരു സോഷ്യൽ ഒബ്സർവേഷനുള്ള സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എങ്ങനെയാണെന്നുള്ളത്. ദെൻ ഇൻറ്റഗ്രേറ്റിംഗ് പേഴ്സണൽ വാല്യൂസ് വിത്ത് പ്രൊഫഷണൽ പ്രാക്ടീസ്. അപ്പോൾ അതൊരു ഇൻഡിവിജ്വൽ യുണീക്കായിട്ടുള്ള അവനവൻ്റെ ഒരു ബ്രാൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഓതറും ഒരു ഓൺടർപ്രണറും ഒരേപോലെ ചെയ്യുന്ന കാര്യമാണ്. സോ ഇറ്റ്സ് അബൌട്ട് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഹൗ ടു ബ്ലെൻഡ് ആൻഡ് ഇൻറ്റഗ്രേറ്റ് personal and professional values. Then Chauhan's interview this isn't just a story about becoming an author. So it's a master class in professional becoming. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് നിങ്ങൾ എസ്സേ ആണെങ്കിലും ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിലും എഴുതുമ്പോൾ, ഷോർട്ട് എസ്സേ ഒക്കെ ആണെങ്കിലും എഴുതുമ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ തീമും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വേണം അതിനെ കാണാൻ. സോ ഇറ്റ്സ് എ മാസ്റ്റർ ക്ലാസ് ഇൻ പ്രൊഫഷണൽ ബിക്കമിങ്, ഷോയിങ് പ്രൊഫഷണൽ ജേർണി ആസ് എ കണ്ടിന്യൂസ് ഡൈനാമിക് പ്രോസസ് ഓഫ് സെൽഫ് ഡിസ്കവറി. ഒരാളുടെ പ്രൊഫഷണൽ ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഗ്രോത്ത്. ദർ ഇസ് നോ ബ്രേക്ക്. ഇറ്റ്സ് കണ്ടിന്യൂസ് ഡൈനാമിക് ലൈഫ് ആൻഡ് എ പ്രോസസ് ഓഫ് സെൽഫ് ഡിസ്കവറി ആൻഡ് ഹൗ ഇൻഡിവിജ്വൽസ് ക്യാൻ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നമ്മൾ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ വളരെ
യുണീക്കായിട്ടുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും പറ്റും എന്നുള്ള ഒരു പ്രാക്ടിക്കൽ വിസ്ഡം കൂടിയാണ് ഈ ഒരു ഇൻ്റർവ്യൂ നമുക്ക് തരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ന്യൂ ലെസൺ. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്.